أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ ഓരോ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രകാരം യഥാർത്ഥ മുഅ്മിനീങ്ങളായിക്കൊണ്ട് മുത്തഖീങ്ങളായിക്കൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അതേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സൗഹൃദം എന്നുള്ളത് ജീവിതത്തിന്റെ സൗന്ദര്യമാണ്. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക എന്നത് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ്. സുഖദുഃഖങ്ങൾ പരസ്പരം പറയാനും പങ്കുവെക്കാനും നല്ലൊരു സുഹൃത്തിനെ ലഭിക്കുന്നവർക്ക് ജീവിതം വളരെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നതിൽ തർക്കമില്ല. നമ്മുടെ തെറ്റുകൾ തിരുത്താനും ശാസിക്കാനും ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും നല്ല സുഹൃത്തുക്കളെ ലഭിക്കാത്തവർക്ക് ജീവിതത്തിൽ ആസ്വാദനം ഉണ്ടാവുകയില്ല. പക്ഷെ പലപ്പോഴും സൗഹൃദത്തിന്റെ പേരിൽ എന്തിനും തയ്യാറാവുന്ന, തൻ്റെ സുഹൃത്തിന് വേണ്ടി ദീൻ പോലും അഡ്ജസ്റ്റ് ചെയ്യുന്ന, അതിനുവേണ്ടി നന്മകൾ മുടക്കുന്ന, തിന്മകൾ ചെയ്യുന്ന സുഹൃത്ത് ബന്ധങ്ങളാണ് നാം ഇന്ന് അധികവും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സൗഹൃദത്തിന് ഇസ്ലാം നൽകുന്ന മാനം എന്താണെന്ന് നാം ഓരോരുത്തരും കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവരോട് ഇടപഴകാതെ, ഇഴകിച്ചേരാതെ, വേറിട്ട് ഒറ്റപ്പെട്ട് ഒരു പള്ളിയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടണമെന്ന് ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല. മറിച്ച് എല്ലാവരോടും ഇടപഴകി, എല്ലാവരോടും ഇടപെട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നതും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അൽ മുഅ്മിനു യഅലഫു വയുഅലഫു. ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരോട് ഇടപഴകുകയും മറ്റുള്ളവർക്ക് അവനോട് ഇടപഴകാൻ തോന്നുകയും ചെയ്യും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫു. മറ്റുള്ളവരോട് ഇഴകിച്ചേരാത്തവൻ, മറ്റുള്ളവർക്ക് ആരോടാണോ ഇഴകിച്ചേരാൻ തോന്നാത്തത്, അവനിൽ യാതൊരു നന്മയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു വരികയാണ്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു അൽ മുഅ്മിനുല്ലദീ യുഖാലിതുൻ നാസു വയസ്ബിറു അലാ അദാഹും. ആളുകളോട് ഇടപഴകുകയും ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അപ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ സഹിക്കുന്നവനാണ് ഖൈറുൻ മിനല്ലദീ ലാ യുഖാലിതുൻ നാസു വലാ യസ്ബിറു അലാ അദാഹും. ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ, ജനങ്ങളോട് യാതൊരു രൂപത്തിൽ സമ്പർക്കം പുലർത്താതെ, ഒറ്റപ്പെട്ട് ആരോടും മിണ്ടാതെ കഴിയുന്നതിനേക്കാളും ഏറ്റവും നല്ലവൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും എല്ലാവരോട് ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശ്വാസിനികൾ എന്ന് പറയുന്നത് പരസ്പരം നല്ല കാര്യങ്ങളിൽ സ്നേഹിച്ച് സമ്പർക്കം പുലർത്തി കഴിയേണ്ടവരാണെന്നത് ഖുർആനിന്റെ അധ്യാപനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. സത്യവിശ്വാസിനികൾ എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കേണ്ടവരും മിത്രങ്ങളുമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. പരസ്പരം ദേഷ്യം വെച്ച് കഴിയേണ്ടവരല്ല. നാം ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കം, അതാണ് എല്ലാത്തിന്റെയും ഒന്നാമത്തെ കാരണം. ചെറിയ പ്രശ്നങ്ങളായിരിക്കും, പക്ഷേ നാം ആ ഒരു സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധം വിച്ഛേദിക്കുന്ന ഒരു രൂപത്തിലേക്കാണ് പലപ്പോഴും അത് എത്തിച്ചെല്ലാറുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്. ഒരു വിശ്വാസിനികൾ എങ്ങനെയാണ് കഴിയേണ്ടതെന്ന് കൃത്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ നല്ലവരോടൊപ്പം കഴിയുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതായത് നല്ലവരോടൊപ്പം കഴിയുക. മോശപ്പെട്ട ആളുകളോടൊപ്പമാണ് കഴിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാം തിന്മയിലേക്ക് ചെല്ലും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യങ്ങളെല്ലാം ചെയ്യും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകൂനൂ മഅസ് സ്വാദിഖീൻ. നിങ്ങൾ നല്ലവരോടൊപ്പം, സത്യസന്ധന്മാരോടൊപ്പം കഴിയുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം എപ്പോഴും ഒരു നല്ല കൂട്ടുകാരനെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. അതായത് ചങ്ങാതിമാർ പരസ്പരം ആ ദിവസം ശത്രുക്കളായിരിക്കും, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചവർ ഒഴികെ. ഇവിടുത്തെ കൂട്ടുകാർ അവിടുത്തെ ശത്രുക്കളായി മാറും. ഇവിടെ തോളത്ത് കൈയിട്ട് നടന്നവർ, ഇവിടെ എല്ലാ തിന്മയിലേക്കും വലിച്ചു കൊണ്ടുപോയവർ നാളെ പരലോകത്ത് ശത്രുക്കളായി മാറുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുകയാണ്. ഇല്ലൽ മുത്തഖീൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചവർ ഒഴികെ ബാക്കി എല്ലാ കൂട്ടുകാരും നാളെ പരലോകത്ത് ശത്രുക്കളായി മാറുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല സുഹൃത്തിനെ ആയിരിക്കണം നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരണ സഹിതം നമുക്ക് പഠിപ്പിച്ചു തന്നു. ആരാണ് നല്ല കൂട്ടുകാർ, ആരാണ് ചീത്ത കൂട്ടുകാരെന്ന് റസൂലുള്ള കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, നല്ല ചങ്ങാതിയുടെയും ചീത്ത ചങ്ങാതിയുടെയും ഉദാഹരണം എന്നത്, അതായത് ഒരു സുഗന്ധം വിൽക്കുന്ന ഒരു വ്യക്തിയും അതേപോലെ ആലയിൽ ഊതുന്ന ഇരുമ്പുകൾ അടിച്ച് പഴുപ്പിച്ച് സ്വർണമുണ്ടാക്കുന്ന ഒരു വ്യക്തിയെ പോലെയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
സുഗന്ധം വിൽക്കുന്നവന്റെ കൂടെ കൂടിയാൽ ഒന്നുകിൽ ആ സുഗന്ധം നമുക്ക് വാങ്ങാൻ സാധിക്കും, അതുമല്ലെങ്കിൽ അവിടെ ചെന്നതിന്റെ ഒരു സുഗന്ധം നമ്മുടെ ദേഹത്തുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു സുഗന്ധം അവൻ നമുക്ക് തന്നേക്കാം. ഇനി നേരെ തിരിച്ച് ആലയിലൂതുന്ന ആ ഒരു വ്യക്തി അടുത്ത് പോവുകയാണെങ്കിൽ അവിടുത്തെ ചെളിയും കറയുമൊക്കെ നമ്മുടെ ദേഹത്തുണ്ടാകും, നമ്മുടെ വസ്ത്രത്തിൽ ആ തീ വന്ന് ദ്വാരമുണ്ടാക്കും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി കൊണ്ട് പറഞ്ഞു, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ഉറ്റ ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മളെ നാശങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ നേട്ടങ്ങൾ കൈവരിക്കാനും നമ്മുടെ സുഹൃത്ത് ബന്ധം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി തന്റെ സഹോദരന്റെ ആദർശത്തിലായിരിക്കും. ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് ആരെയാണ് നിങ്ങൾ കൂട്ടുകാരനാക്കുന്നത് എന്ന് നല്ലതുപോലെ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം നമ്മുടെ കാര്യത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ തിന്മയിലേക്ക് പോവുകയാണെങ്കിൽ, വഴിവിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നാം ആദ്യമായി കൊണ്ട് നോക്കേണ്ടത് അവരെ കൂട്ടുകെട്ട് എങ്ങനെയുള്ളതാണെന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി, അവന്റെ കൂട്ടുകാരന്റെ ആദർശത്തിലായിരിക്കും ഒരു വ്യക്തി എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ മക്കൾ അവർ എപ്പോഴും അവരുടെ കൂട്ടുകാരിലേക്കായിരിക്കും നോക്കുക. ആ ഒരു വ്യക്തി നല്ലവനാണെങ്കിൽ അവനും നല്ലവനാകും. നേരെ മറിച്ച് ആ ഒരു വ്യക്തി കൂടുതൽ തിന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ തിന്മകളെല്ലാം ഇവനിലേക്കും വന്നു ചേരും. നമുക്കൊക്കെ പല കാര്യങ്ങളുണ്ടാകും. അതായത് ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു, അവനൊരു മോശപ്പെട്ട വ്യക്തിയുടെ കൂടെ ചേർന്നു, പിന്നെ അവന്റെ സ്വഭാവവും തീരെ മോശമായി. നേരെ തിരിച്ചുമുണ്ടാകും, മോശപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, അങ്ങനെ അവൻ ഒരു നല്ലൊരു വ്യക്തിയുടെ കൂടെ കൂടി, അപ്പോൾ അവന്റെ സ്വഭാവവും നല്ലതായി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എപ്പോഴും ഒരു വ്യക്തി അവന്റെ ചങ്ങാതിയുടെ ആദർശത്തിലായിരിക്കും, ആശയങ്ങളിലായിരിക്കും, അവന്റെ ചിന്താഗതിയിലായിരിക്കുമെന്ന്. അതുകൊണ്ട് നാം കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ കൂട്ടുകാർ പിഴപ്പിച്ചു പോയ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു ചരിത്രമാണ് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിന്റെയും ഉബയ്യ് ബിൻ ഖലഫിന്റെയും. അവർ നല്ല ചങ്ങാതിമാരായിരുന്നു, ഒരിക്കലും വേർപിരിഞ്ഞ് പോകാൻ ആഗ്രഹിക്കാത്ത നല്ല കൂട്ടുകാരന്മാർ. അങ്ങനെ ഒരിക്കൽ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭക്ഷണത്തിന് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ആ ക്ഷണം സ്വീകരിക്കാതെ റസൂലുള്ളാഹി പോകാറില്ല. എന്നാൽ ഇപ്രാവശ്യമാകട്ടെ റസൂലുള്ളാഹി ഒരു നിബന്ധന വെച്ചു അവിടെ. ഉഖബ, ഞാൻ നിന്റെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കാം, പക്ഷേ നീ ഷഹാദത്ത് ചൊല്ലണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഒരു സദസ്സിൽ വെച്ച് ഷഹാദത്ത് ചൊല്ലുകയുണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിവരം അറിഞ്ഞ ഉഖബയുടെ കൂട്ടുകാരൻ ഉബയ്യാകട്ടെ ഉഖബയോട് വളരെ മോശമായ രൂപത്തിൽ പെരുമാറുകയാണ്. എന്തിനാണ് നീ റസൂലിന്റെ അടുക്കൽ പോയി ഭക്ഷണം കഴിച്ചതെന്നല്ല ചോദിച്ചത്, മറിച്ച് എന്തിനാണ് നീ ഇസ്ലാം സ്വീകരിച്ചത് എന്നാണ് ഉഖബയോട് ഉബയ്യ് ചോദിച്ചത്. അങ്ങനെ ആ ഇസ്ലാം സ്വീകരിച്ചതിൽ നിന്ന് ഉബയ്യ് ഉഖബയെ പിന്തിരിപ്പിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അപ്പോൾ ആര് വേളയിൽ ഉഖബ പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, റസൂൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെറുതെ ഷഹാദത്ത് ചൊല്ലിയത് മാത്രമാണെന്ന് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു. അപ്പോൾ ഉബയ്യ് പറഞ്ഞു, എന്നാൽ നീ അത് തെളിയിക്കണം, നീ പോയി മുഹമ്മദിന്റെ പിരടിക്ക് ചവിട്ടണം, മുഹമ്മദിന്റെ മുഖത്ത് തുപ്പണം എന്ന് അവിടുന്ന് പറഞ്ഞു. ഇതും കേട്ട് ഉഖബത്ത് ബിൻ അബീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി റസൂലിന്റെ മുഖത്ത് തുപ്പുകയും റസൂലിന്റെ പിരടിക്ക് ചവിട്ടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, റസൂലിന് വല്ലാതെ വിഷമമായി. കാരണം തൊട്ട് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ അവിടെ നിന്ന് ഷഹാദത്ത് ചൊല്ലി പോയ ഒരു വ്യക്തിയാണ്.
തന്റെ സുഹൃത്തിന്റെ വാക്കും കേട്ട് ഇസ്ലാമിൽ തന്നെ പുറത്തു പോവുകയാണ് ചെയ്തത്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ മക്കയിൽ നിന്ന് ഹിജ്റ പോയാൽ നിന്റെ കഴുത്തിൽ വാള് വീഴാതിരിക്കുകയില്ല. തുടർന്ന് ഉഖബത്ത് ബിൻ അബീ മുഈത്തും ഉബയ്യ് ബിൻ ഖലഫും ബദർ രണാങ്കണത്തിൽ മരിക്കുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടു പേരുടെയും കാര്യങ്ങളെ അറിയിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിൽ 27ാമത്തെ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, വയൗമ യഅദ്ദുല്ലാലിമു അലാ യദൈഹി. അതൊരു ദിവസം വരാനുണ്ട്, കുറ്റവാളികൾ അവർ നഖം കടിച്ചുകൊണ്ട് ഖേദിച്ചിരിക്കുന്ന ഒരു ദിവസമായിരിക്കും അത്. യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല. അവർ പറയും, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഒരു കൂട്ടുകെട്ട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവർ ആ ഒരു സമയത്തും പറയും. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്ന ഈ വ്യക്തിയെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവർ പരലോകത്ത് വെച്ച് പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ ദുനിയാവിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടി നാം പലരെയും കൂട്ടുകാരാക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ കൂട്ടുകെട്ടെല്ലാം നമ്മെ കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ തിന്മയിലേക്കാണ്. നേരത്തെ സൂചിപ്പിച്ച ചരിത്രം പോലെ നമ്മുടെ ജീവിതത്തിലും വല്ല കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നാം പരലോകത്ത് വെച്ച് ഈ രൂപത്തിൽ പറയും, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ സബീലാ. ഇന്ന ഈ വ്യക്തിയെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായനെ എന്ന് നാം പരലോകത്ത് വെച്ച് പറയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അവസാനം പറഞ്ഞു, ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. എനിക്ക് സന്മാർഗം കിട്ടിയതിനു ശേഷം, എനിക്ക് നേരായ ആദർശം കിട്ടിയതിനു ശേഷം എന്നെ ആ പാതയിൽ നിന്നും തെറ്റിച്ചു കളഞ്ഞവനാണ് അവൻ. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല. തീർച്ചയായും പിശാച് മനുഷ്യനെ വഞ്ചിക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആയത്ത് അവസാനിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നോക്കൂ നിങ്ങൾ. യഥാർത്ഥ ആദർശം എന്താണെന്ന് മനസ്സിലായിട്ടു, യഥാർത്ഥ ദീൻ എന്താണെന്ന് മനസ്സിലായിട്ടു ഒരു കൂട്ടുകാരന് അതിൽ നിന്ന് തന്നെ തെറ്റിപ്പിച്ച് കളയാമെന്നാണ് ഈ ചരിത്രത്തിലൂടെയും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിലൂടെയും നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നാം ഏറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും കൂട്ടുകാർ മുഖേന യഥാർത്ഥ ആദർശത്തിൽ നിന്ന് തന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥകൾ വരെ നാം പലരും കണ്ടവരാണ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തൗഹീദിന് കോട്ടം സംഭവിച്ചാൽ, തന്റെ കൂട്ടുകാരൻ മുഖേന തൗഹീദിന് വല്ല കോട്ടവും സംഭവിച്ചാൽ അത് ഏറ്റവും വലിയ തിന്മയാണ് പ്രിയപ്പെട്ടവരെ. കാരണം എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്നുള്ളത് തൗഹീദാണ്. ഒരു വീടിന്റെ അടിസ്ഥാനം അതിന്റെ തറയാണെങ്കിൽ ഒരു വ്യക്തിയുടെ അതിന്റെ ആദ്യം നന്നാകേണ്ടത് അവന്റെ ഒരു തൗഹീദാണ്. അതിനുശേഷമാണ് എല്ലാ കാര്യങ്ങളും അവനിൽ നിന്ന് സ്വീകരിക്കുക. ഒരുവന്റെ തൗഹീദ് ശരിയായിട്ടില്ലെങ്കിൽ അവന്റെ നമസ്കാരവും നോമ്പും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കൂട്ടുകാർ തെറ്റിലേക്ക് നമ്മെ നയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേണ്ടാത്ത ആശയങ്ങൾ നമ്മിലേക്ക് കുത്തിവെക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഗൗരവത്തിൽ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു സംഭവമാണ് നമുക്ക് ഓരോരുത്തരും സുപരിചിതമായ ചരിത്രം, അബൂ ത്വാലിബിന്റെ ചരിത്രം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭൗതികമായി കൊണ്ട് ധാരാളം സഹായിച്ച ഒരു വ്യക്തിയാണ് അബൂ ത്വാലിബ് എന്നുള്ളത്. പക്ഷേ യഥാർത്ഥ ആദർശം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണമാസന്നമായ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ യഥാർത്ഥ ദീനിലേക്ക് ക്ഷണിക്കാൻ പരിശ്രമിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരാകട്ടെ അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന അദ്ദേഹത്തിന്റെ കൂട്ടുകാർ, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യാ അബാ ത്വാലിബ് അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. യാ അബൂ ത്വാലിബേ, നീ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ നിന്ന് മാറിപ്പോവുകയാണോ എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന കൂട്ടുകാർ, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ചോദിച്ചത്. അങ്ങനെ അവസാനം അദ്ദേഹം മരിക്കുന്നതും കുഫ്രിലായിരിക്കുകയാണ്, സത്യനിഷേധത്തിലായിരിക്കുകയാണ് അദ്ദേഹം മരിക്കുകയും ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, നല്ല കൂട്ടുകെട്ട് ആയില്ലെങ്കിൽ ഉറപ്പായിട്ടും
നാം തിന്മയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു, മാ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീഹി. അല്ലാഹുവിനെ ഓർക്കാൻ പ്രേരിപ്പിക്കാത്ത ഒരു കൂട്ടുകാരനാണോ, അല്ലാഹുവിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കാത്ത ഒരു കൂട്ടുകാരനാണോ, തന്നെ ചീത്ത പറയിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനാണോ, തന്നെ തിന്മയിലേക്ക് എത്തിക്കുന്ന ഒരു കൂട്ടുകാരനാണോ? വലം യുസല്ല. നാം മനസ്സിലാക്കേണ്ടത്, നല്ല കൂട്ടുകെട്ട് ആയില്ലെങ്കിൽ ഉറപ്പായിട്ടും നാം തിന്മയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു, മാ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീഹി. അല്ലാഹുവിനെ ഓർക്കാൻ പ്രേരിപ്പിക്കാത്ത ഒരു കൂട്ടുകാരനാണോ, അല്ലാഹുവിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കാത്ത ഒരു കൂട്ടുകാരനാണോ, തന്നെ ചീത്ത പറയിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനാണോ, തന്നെ തിന്മയിലേക്ക് എത്തിക്കുന്ന ഒരു കൂട്ടുകാരനാണോ? വലം യുസല്ലു അലാ നബിഹി. അതുപോലെ തന്നെ റസൂലിനെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത കൂട്ടുകാരനാണോ? ഇല്ലാ കാന അലൈഹിം തിറ. അതവർക്കൊരു നാശമായിരിക്കും, അതവർക്കൊരു നഷ്ടമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ചിലർക്ക് ആദർശബോധമുള്ളവരായിരിക്കും, യഥാർത്ഥ ആദർശം മനസ്സിലാക്കിയവരായിരിക്കും, യഥാർത്ഥ ആദർശം സ്വീകരിച്ചവരായിരിക്കും. പക്ഷേ അവരുടെ കൂട്ടുകാരായിരിക്കും എല്ലാത്തിനും കാരണം. അവരുടെ കൂട്ടുകാർ അള്ളാഹുവിനെ പുച്ഛിക്കുന്നവരായിരിക്കും, അള്ളാഹുവിനെ കളിയാക്കുന്ന, ദീനിനെ കളിയാക്കുന്ന, സുന്നത്തുകൾ പിൻപറ്റാത്തവരായിരിക്കും അവരുടെ കൂട്ടുകാർ. അവരോടൊപ്പം ഒരു നിലക്ക് പോലും സഹകരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻആമിലെ 68-ാം ആയത്തിലൂടെ പറയുകയാണ്, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി. നമ്മുടെ ആയത്തുകളെ കളിയാക്കുന്ന, അല്ലാഹുവിന്റെ ആയത്തുകളെ പുച്ഛിക്കുന്ന, ഹദീസുകളെ കളിയാക്കുന്നവരോടൊപ്പമാണ് നാം കൂടേണ്ടി വന്നാൽ അവിടെ നിന്നും നാം മാറിപ്പോകേണ്ടതാണ്. അവർ മറ്റൊരു സംസാരത്തിൽ ഏർപ്പെടുന്നത് വരേക്കും നാം അവിടെ നിന്നും മാറിപ്പോകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഗൗരവത്തിൽ ചിന്തിക്കണം. നാം പലരും ഒരു കൂടിയിരുത്തത്തിൽ അധികവും സംസാരങ്ങൾ വഴിവിട്ടു പോകാറുണ്ട്. ദീനിനെ കളിയാക്കുന്ന രൂപത്തിലും സുന്നത്തുകളെ കളിയാക്കുന്ന രൂപത്തിലേക്കും നമ്മുടെ ഓരോരുത്തരുടെയും കൂടിയിരുത്തലുകൾ അത് വഴിയാകാറുണ്ട്. ആ ഒരു വേളയിൽ നാം എടുക്കേണ്ട നിലപാട് അവിടെ നിന്നും മാറി നിൽക്കുക. ദീനിനെ കളിയാക്കുകയാണെങ്കിൽ, റസൂലിനെ കളിയാക്കുകയാണെങ്കിൽ നാം ആ ഒരു സദസ്സിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിരിജാലിക്കും മിൻ അഹ്ലിൽ ജന്ന. സ്വഹാബാക്കളോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഞാൻ സ്വർഗത്തിലെ ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നബിയ്യു ഫിൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ സ്വർഗത്തിലാണ്. വശഹീദു ഫിൽ ജന്ന. രക്തസാക്ഷിത്വം വഹിച്ചവൻ സ്വർഗത്തിലാണ്. വസ്സിദ്ദീഖു ഫിൽ ജന്ന. സത്യസന്ധന്മാർ സ്വർഗത്തിലാണ്. വൽ മൗലൂദു ഫിൽ ജന്ന. ചെറിയ വയസ്സായിരിക്കെ, ചെറിയ പ്രായമായിരിക്കെ മരണപ്പെട്ട കുട്ടികൾ സ്വർഗത്തിലാണ്. അവസാനം റസൂലുള്ളാഹി പറഞ്ഞു, വറജുലു യസൂറു അഖാഹു ഫീ നാഹിയത്തിൽ മിസ്രി ഫില്ലാഹി ഫിൽ ജന്ന. അതായത് അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് വളരെ വിദൂരത്തുള്ള ഒരു സുഹൃത്തിനെ സന്ദർശിച്ചവൻ സ്വർഗത്തിലാണെന്ന് റസൂൽ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും. നമ്മോടൊപ്പം പഠിച്ചവരും അതുപോലെ തന്നെ ഒരു നാട്ടിൽ വിദേശത്തുള്ളവരൊക്കെ നമുക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും. അവരൊക്കെ സന്ദർശിക്കുന്നതിലൂടെ നാം സ്വർഗത്തിന്റെ ഒരു അവകാശിയായി മാറുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുപോലെ നാളെ മഹ്ശറയിൽ ആ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തണല് നൽകുമെന്ന് പറഞ്ഞ 7 കൂട്ടരുണ്ട്. ആ ഒരു കൂട്ടരിൽ പെട്ടവരാണ് അതായത് പരസ്പരം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവർ. അവർക്ക് നാളെ അർശിന്റെ തണൽ ലഭിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇതിന്റെ എല്ലാം പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇഹലോകത്തിലേക്കും പരലോകത്തിലേക്കും
സഹായമാവുന്ന ഒരു കൂട്ടുകാരനെ ആയിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത്. അതോടൊപ്പം നമ്മുടെ മക്കളെയും മക്കളുടെ കാര്യത്തിലും നാം നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ്? വളരെ മോശപ്പെട്ട കൂട്ടുകെട്ടാണെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞ് നല്ല രൂപത്തിലേക്ക് നാം അവരെ വളർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നാഥൻ ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ആഗ്രഹം എന്നുള്ളത് മനുഷ്യന്റെ കൂടെയുള്ളതാണ്. ഏത് ഘട്ടത്തിലും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, പലതരത്തിലുള്ള കൊതികൾ മനുഷ്യനുണ്ടാകാറുണ്ട്. ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുടുംബത്തെ നല്ലതുപോലെ നോക്കണം, മക്കൾക്ക് ഏറ്റവും നല്ല പഠനം നൽകണം, തൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യവും നല്ലതുപോലെ തീർക്കണം എന്നൊക്കെയായിരിക്കും ഒരു വാപ്പയുടെ ആഗ്രഹം. അതുപോലെ തന്നെ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, കൊതികളുണ്ട്. എന്നാൽ മരണത്തിന്റെ സമയത്തും എല്ലാ മനുഷ്യന്മാർക്കും ആഗ്രഹമുണ്ടായിരിക്കും, ഒരു കൊതി ഉണ്ടായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. മക്കൾ പറയും ദുനിയാവിലെ ആഗ്രഹങ്ങൾ, അതായത് വാപ്പ പറഞ്ഞ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ നിറവേറ്റി കൊടുത്തു. എന്നാൽ വാപ്പയുടെ ആഗ്രഹങ്ങളായിരിക്കും മക്കളെ നല്ല രൂപത്തിൽ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളത്. അത് വാപ്പ പറയും ഞാനും ആഗ്രഹം നിറവേറ്റി എന്ന് വാപ്പയും പറയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഒരാഗ്രഹമുണ്ട്, അതെല്ലാ മനുഷ്യന്മാരും അത് ബാക്കി വെക്കും, ഒരാൾക്കും അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, ഒരുവനിലേക്ക് മരണം വന്നെത്തുന്ന സമയത്ത്, അവൻ പറയും നാം അവരെ വളർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നാഥൻ ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ആഗ്രഹം എന്നുള്ളത് മനുഷ്യന്റെ കൂടെയുള്ളതാണ്. ഏത് ഘട്ടത്തിലും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, പലതരത്തിലുള്ള കൊതികൾ മനുഷ്യനുണ്ടാകാറുണ്ട്. ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുടുംബത്തെ നല്ലതുപോലെ നോക്കണം, മക്കൾക്ക് ഏറ്റവും നല്ല പഠനം നൽകണം, തൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യവും നല്ലതുപോലെ തീർക്കണം എന്നൊക്കെയായിരിക്കും ഒരു വാപ്പയുടെ ആഗ്രഹം. അതുപോലെ തന്നെ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, കൊതികളുണ്ട്. എന്നാൽ മരണത്തിന്റെ സമയത്തും എല്ലാ മനുഷ്യന്മാർക്കും ആഗ്രഹമുണ്ടായിരിക്കും, ഒരു കൊതി ഉണ്ടായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. മക്കൾ പറയും ദുനിയാവിലെ ആഗ്രഹങ്ങൾ, അതായത് വാപ്പ പറഞ്ഞ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ നിറവേറ്റി കൊടുത്തു. എന്നാൽ വാപ്പയുടെ ആഗ്രഹങ്ങളായിരിക്കും മക്കളെ നല്ല രൂപത്തിൽ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളത്. അത് വാപ്പ പറയും ഞാനും ആഗ്രഹം നിറവേറ്റി എന്ന് വാപ്പയും പറയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഒരാഗ്രഹമുണ്ട്, അതെല്ലാ മനുഷ്യന്മാരും അത് ബാക്കി വെക്കും, ഒരാൾക്കും അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, ഒരുവനിലേക്ക് മരണം വന്നെത്തുന്ന സമയത്ത്, അവൻ പറയും ഖാല റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കി തരണമേ. അതായിരിക്കും ഏതൊരു മനുഷ്യന്മാർക്കും ആ ഒരു ആഗ്രഹം എന്നുള്ളത്. മരണം എത്തുന്ന സമയത്ത് ഒരു ആഗ്രഹം, എന്നെ ഒന്ന് മടക്കി തരണമേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ച കുറെ നന്മകളുണ്ട്, ഞാൻ ഉപേക്ഷിച്ച കുറെ അമലുകളുണ്ട്,
അതൊക്കെ ഒന്ന് ചെയ്തു തീർക്കാൻ വേണ്ടി എന്നെ ഒന്ന് മടക്കി തരണമേ എന്ന് മരണമാസന്നമായ സമയത്ത് നാം ഓരോരുത്തരും പറയുമെന്നാണ്. പ്രിയപ്പെട്ടവർ, അപ്പോഴാണ് പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ മഹത്വം അപ്പോഴാണ് മനസ്സിലാക്കുക. ദഅവത്തിന്റെ രീതിയിൽ നാം ഒഴിവാക്കിയ നന്മകളൊക്കെ ആ സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുക. എന്നാൽ റബ്ബിന്റെ മറുപടിയാകട്ടെ, അതൊരു വെറും വാക്ക് മാത്രമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്ക് ദുനിയാവിൽ ധാരാളം സമയം ലഭിച്ചു, 10-60 വർഷം നാം ജീവിച്ചു, അപ്പോഴൊന്നും ചെയ്യാത്ത അമലുകളൊന്നും ആ ഒരു സമയത്തും ചെയ്യുകയില്ലെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നാം ആഗ്രഹിച്ച ആ ഒരു കാര്യം ഒന്ന് എന്നെ മടക്കി തരണമേ, അതൊരു വെറും വാക്ക് മാത്രമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത്. ചിലരൊക്കെ പറയും 15 വയസ്സാകട്ടെ എന്നാ ഞാൻ ഒന്ന് നന്നാവാന്ന്. പിന്നെ അങ്ങനെ അത് കൂടി അവസാനം പറയും കല്യാണം കഴിച്ചാൽ ഞാൻ എന്തായാലും നന്നാവും. അവസാനം പറയും ഒന്ന് വാർദ്ധക്യം എത്തുമ്പോൾ, ഒന്ന് വയസ്സാകുമ്പോൾ ഒന്ന് നന്നാവണം എന്നൊക്കെ പലരും നീട്ടി വെക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവസാനം ഒരു മരണമെത്തുന്ന സമയത്ത് പോലും അവർക്ക് യഥാർത്ഥത്തിൽ നന്നാവാൻ സാധിക്കാറില്ല എന്നാണ് നാം പലരും കണ്ടതും കേട്ടതും. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറഞ്ഞു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരേക്കും അവരത് നീട്ടി കൊണ്ടുപോകുമെന്നാണ്. തൗബയെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. ഞാൻ ഇന്ന് നന്നാവും, നാളെ നന്നാവും, മറ്റന്നാൾ നന്നാവും, അങ്ങനെ നീട്ടി ആ മരണമെത്തുന്ന ആ സമയത്ത് പോലും അവർക്ക് യഥാർത്ഥത്തിൽ ഒന്ന് നന്നാവാൻ സാധിക്കുകയില്ല എന്നാണ്. തിന്മകൾ സംഭവിച്ചു പോകും. മനുഷ്യരാണ്. അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ. ആദമിന്റെ എല്ലാ സന്തതികളും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈൻ അത്തവാബൂൻ. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവര് തൗബ ചെയ്ത് മടങ്ങുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകും, സ്വാഭാവികമാണ്. പക്ഷെ അവർ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തൗബ ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്നാണെങ്കിലും മരണം തീർച്ചയായും നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ഖുർആനോട് പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ കെട്ടിയുയർത്തപ്പെട്ട കൊത്തളങ്ങളിലായാലും ശരി, മരണം നിങ്ങളെ പിടികൂടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതൊരു സമയത്തും മരണത്തെ കരുതിയിരിക്കുക. ഏതൊരു നിമിഷം വേണമെങ്കിലും നമ്മളെ മരണം പിടികൂടാം. ഇരു ഖുതുബ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ മരണം നമ്മളെ പിടികൂടാം. അതുകൊണ്ട് ആ ഒരു മരണത്തിന്റെ കാലം നോക്കി ഏതാണെന്ന് അറിയുകയില്ല. അതുകൊണ്ട് എല്ലാ സമയത്തും തിന്മകൾ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായി തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാനാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ ഓരോ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമുക്ക് ധാരാളം അമലുകൾ ചെയ്ത് ജീവിതത്തെ ധന്യമാക്കാനുള്ള തൗഫീഖ് നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ആഫിയത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في فلسطين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.